Hi dear friends, നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിംഗ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നേന്ത്രക്കായ വെച്ചിട്ട് ഒരു പക്കോട തയ്യാറാക്കിയാലോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പക്കോടയാണ്. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. പക്കോട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടുന്നത് നേന്ത്രക്കായാണ്. നേന്ത്രക്കായുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ എടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിതിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക്, പിന്നെ 8 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടെ ചേർത്ത് കൊടുക്കണം. മല്ലിയില, കറിവേപ്പില ഇത് രണ്ടും നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ചേർക്കുന്നത്. ആവശ്യമെങ്കിൽ നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കടലമാവാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തു. ഇനി അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുഴച്ചെടുക്കുന്നതിന് മുന്നേ ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്, അരിപ്പൊടി. കോൺഫ്ലോർ ആണെങ്കിൽ കോൺഫ്ലോർ ചേർത്താലും മതിയാവും. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം. വെള്ളം ഒട്ടും ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ആദ്യമൊക്കെ നല്ല പ്രയാസം തോന്നും വെള്ളം ഒഴിക്കാതെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ശരിയായിക്കോളും. അപ്പോൾ ഞാനിവിടെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ കായവും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ചേർക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അങ്ങനെ നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പക്കോട തയ്യാറാക്കി തുടങ്ങാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓയിൽ കുറച്ച് കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം പക്കോട തയ്യാറാക്കി തുടങ്ങാം. ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഇതുപോലെ ഇട്ടുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട, പക്കോടയല്ലേ. പിന്നെ മീഡിയം ഫ്ലെയിമിലാണ് വേണ്ടുന്നത്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു പക്കോട റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നമ്മുടെ ചാനലിൽ വേറെയും കുറച്ച് പക്കോട റെസിപ്പീസൊക്കെ ഉണ്ട്. വളരെ ഈസിയാണ്, എന്നാൽ ഇതുപോലെ കുറച്ച് വെറൈറ്റി ആയ റെസിപ്പീസാണ്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടും മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിതുപോലെയുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്